Hello dears, welcome back to Thunder Kitchen Recipes. ആലു പറാത്ത എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അതുപോലെ തന്നെ ചിക്കൻ സ്റ്റഫ്ഡ് പറാത്തയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചില്ലി എഗ് സ്റ്റഫ്ഡ് പറാത്തയാണ്. ഇത് ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പറാത്തയാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും നമുക്ക് ഉപയോഗിക്കാം. മൈദമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന പറാത്തയേക്കാൾ വളരെ ഹെൽത്തിയാണ്, വളരെ സോഫ്റ്റുമാണ്. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ചില്ലി എഗ് സ്റ്റഫ്ഡ് പറാത്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി യോജിപ്പിക്കുക പൊടിയുമായിട്ട്. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടി ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴക്കുക. 5 മിനിറ്റ് കുഴച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന പാകത്തിലുള്ളൊരു ചപ്പാത്തി മാവ് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കൂടി വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും പാത്രത്തിൽ ഒട്ടിയിരിക്കുന്നതും ഒക്കെ നന്നായിട്ട് വിട്ടുപോരും. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. വീണ്ടും ഒരു 5 മിനിറ്റും കൂടി കുഴച്ചെടുക്കുക. എണ്ണ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഒരു 5 മിനിറ്റ് കൂടി കുഴച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ചപ്പാത്തി മാവ് നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി മാവ് കിട്ടും. ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടി ലൂസായിരിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി എണ്ണ തടവിയിട്ട് നമുക്ക് 1 മണിക്കൂർ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി നമുക്ക് ഒരു 2 വലിയ സവാള ചോപ്പ് ചെയ്തത് വേണം. കൊത്തിയരിഞ്ഞ പച്ചമുളക് വേണം. അതുപോലെ കൊത്തിയരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി വേണം. എല്ലാം ഈ 2 ടീസ്പൂണാണ് വേണ്ടത്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തത് വേണം. 2 മുട്ട ബോയിൽ ചെയ്തതിൻ്റെ വെള്ള വേറെ ഉണ്ണി വേറെ ആക്കി വെച്ചിട്ടുണ്ട്. വെള്ളം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് കോറിയാൻഡർ ലീവ്സും വേണം. പിന്നെ കുറച്ച് മസാലപ്പൊടികളും എണ്ണയുമാണ് നമുക്ക് വേണ്ടത്. പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ജിഞ്ചർ ചേർത്ത് ഒന്ന് ചൂടാക്കുക. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, മുരിഞ്ഞൊന്നും പോകണ്ട. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അണിയൻ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തതായിരിക്കണം കേട്ടോ. നല്ല പൊടി പോലെ ചോപ്പ് ചെയ്യണം. നമുക്ക് ചോപ്പറിലിട്ടാൽ നല്ല പൊടിയായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തതാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ടാവണം. അതുവരെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചോപ്പ് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കുക. ചോപ്പ് ചെയ്ത ക്യാരറ്റാണ്. ഗ്രേറ്റ് ചെയ്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇതിലേക്ക് ബോയിൽ ചെയ്ത മുട്ടയുടെ ഉണ്ണി ചേർത്ത് നന്നായിട്ട് ഇത് പൊടിച്ച് ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുട്ടയുടെ വെള്ള പൊടിയായി ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുക. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താൽ വളരെ പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും. ഇത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് കോൺ സ്റ്റാർച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ വെള്ളം വറ്റി ഡ്രൈ ആകുന്നത് വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കോറിയാൻഡർ ലീവ്സും കൂടി ചേർത്ത് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക.
ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള ചില്ലി എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഒന്ന് നോക്കാം. ചപ്പാത്തി മാവ് നമ്മൾ കുഴച്ച് വെച്ചത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് പരത്തി സ്റ്റഫ് ചെയ്തെടുക്കാം. ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടി വലിയ ഉരുളകളാക്കിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള ഉരുളകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം. ചില്ലി എഗ്ഗ് ഫില്ലിങ്ങിനുള്ളത് ഞാനിവിടെ ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവ് പരത്തിയിട്ട് സ്റ്റഫ് ചെയ്യാം. നമുക്ക് 2 തരത്തിൽ സ്റ്റഫ് ചെയ്തെടുക്കാം. മാവ് തൂകിയ പലയിലേക്ക് മാവ് വെച്ചെടുക്കാം. നമുക്ക് വലിയ ഉരുളകളാക്കിയ മാവ് ഇതുപോലെ വെച്ചിട്ട് കൈകൊണ്ടൊന്ന് പതിയെ പരത്തിയെടുക്കുക. അരികെ ഭാഗം കുറച്ച് കൂടുതൽ നേരിയതായിട്ട് പരത്തിയതിന് ശേഷം നടുവിൽ കുറച്ച് മൈദ പുരട്ടുക. അപ്പോൾ പെട്ടെന്ന് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഫില്ലിങ് വെച്ചതിന് ശേഷം അരികിൽ നിന്ന് ഇതെല്ലാം നടുവിലേക്ക് യോജിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഉരുട്ടി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു പറാത്തയ്ക്കുള്ളത് സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാം. മാവ് തൂവിയിട്ട് വേണം പരത്താൻ, അല്ലെങ്കിൽ പലകയിൽ ഒട്ടിപ്പിടിക്കും. നമ്മൾ ജോയിൻ ചെയ്ത ഭാഗം അടിഭാഗത്ത് വരണം. എന്നിട്ട് ഇതുപോലെ പതിയെ സോഫ്റ്റായിട്ട് പരത്തി കൊടുക്കുക. മുകളിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് തൂവി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആവശ്യത്തിന് എത്രയും വലിപ്പത്തിൽ വേണോ അത്രയും വലിപ്പത്തിൽ ഇങ്ങനെ ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് ഞാൻ വേറൊരു തരത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈസി ആയിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം. ചെറിയ ഉരുള എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തി നമ്മൾ പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. കുറച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ തിക്നെസ്സിൽ പരത്തിയെടുക്കുക. ഇതുപോലെ ഒരെണ്ണവും കൂടി പരത്തിയെടുക്കുക. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വേറെ ഒരെണ്ണവും കൂടി നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നേരത്തെ നമ്മൾ പരത്തി മാറ്റി വെച്ചിരിക്കുന്ന ചപ്പാത്തീൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് മാവ് തൂവി പരത്തിയെടുക്കാം. അരികൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അത് അനുസരിച്ച് നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം. സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചൂടായ പാനിലേക്ക് ഇട്ടത് ഫ്രൈ ചെയ്തെടുക്കണം. സ്റ്റഫ് ചെയ്ത പറാത്ത നമ്മൾ വേറെ മാറ്റി വെച്ചേക്കരുത്. നമ്മൾ പരത്തിയ ഉടനെ തന്നെ നമ്മൾ പാനിലേക്കാണ് ഇടേണ്ടത്. അപ്പോൾ നന്നായിട്ട് പാൻ ചൂടാക്കിയിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. നമ്മളിത് പാനിൻ്റെ അരികിൽ തന്നെ പലക വെച്ചിട്ട് പരത്തി ചുടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പരത്തിയത് വേഗം തന്നെ പാനിലേക്ക് ഇട്ട് ചുട്ടെടുക്കാൻ പറ്റും. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ചുട്ടെടുക്കാൻ. എണ്ണ അത്യാവശ്യം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റഫ്ഡ് പറാത്ത റെഡി ആയിട്ടുണ്ട്. ചില്ലി എഗ് സ്റ്റഫ്ഡ് പറാത്തയാണ്. വളരെ ടേസ്റ്റാണ്. നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് 2 സൈഡും മൊരിയുന്നത് വരെ ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പറാത്തയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പറാത്തയും റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ ചില്ലി എഗ് സ്റ്റഫ്ഡ് പറാത്തയാണ്. വളരെ സ്വാദിഷ്ടമാണ്, ഹെൽത്തിയുമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.